നമുക്ക് ഒരുമിച്ച് നമ്മളെ തന്നെ പൂർണ്ണമായി ആ കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകലിലും വൻ കാര്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ഹൃദയം തുറന്ന ചില നിമിഷങ്ങളെ കർത്താവിന് ഒരുമിച്ചൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ വായ്കളും തുറന്ന ചില നിമിഷങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാ തരങ്ങളും തുറന്ന് ഇന്ന് പകലിലും ആ സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ, 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഈ പകലിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സഭ ചേർന്ന് ചില നിമിഷങ്ങൾ അല്പസമയങ്ങളിൽ വായ്കളെ തുറന്ന് അൽതരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ ചില നിമിഷങ്ങളെ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിക്കാം. ഇന്ന് പകൽ അപ്പം അങ്ങനെ ഹൃദയത്തോട് വ്യക്തമായി സംസാരിക്കണമേ. അങ്ങനെ ഹൃദയത്തോട് ഇന്ന് പകലൊന്ന് ഇടപെടണമേ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ ആഗ്രഹത്തോടെ കടന്നു വന്നിരിക്കുന്നവരെ, കൊതിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരെ ഒരിക്കലും നിരാശനാക്കാത്ത ഒരു നല്ല ദൈവം ഇന്ന് പകലിലും അവൻ നിങ്ങളെ നിറയ്ക്കുവാൻ ശക്തനാണ്. അവൻ നിങ്ങളെ പുലർത്തുവാൻ ശക്തനാണ്. അവൻ നിങ്ങളെ വഴി നടത്തുവാൻ ശക്തനാണ്. ആ നല്ല കർത്താവിനെ ചില നിമിഷങ്ങൾ ഒരുമിച്ചൊന്ന് കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്നവർ അല്പസമയങ്ങളിൽ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് വായ്കളെ തുറന്ന് അന്യഭാഷകളിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു: നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പകരണമേ. ഇന്ന് പകൽ ആഗ്രഹത്തോടെ നമ്മളെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകലിൽ ഹൃദയം തുറന്നൊന്ന് പറയാൻ കഴിയുമ്പോൾ, കർത്താവേ, എൻ്റെ ജീവിതം എന്തായി തീരും, മുമ്പോട്ടുള്ള ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് പകലിൽ കർത്താവേ, അങ്ങൻ്റെ കൂടെ വേണം. മോശ ദൈവത്തോട് പറഞ്ഞതുപോലെ, അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്നെ അയക്കരുത്. ഇന്ന് പകലിലും കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, അവൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ആ കൊതിയോടെ ഒന്ന് ചേർന്ന് പാടാൻ കഴിയുമോ? എൻ്റെ ആയുസ്സിൻ്റെ ഓരോ നിമിഷവും അങ്ങയോട് ചേർന്ന് നടക്കുവാൻ, അങ്ങയുടെ കൂടെ നിൽപ്പാൻ, അതിനുവേണ്ടിയുള്ള കൃപ അങ്ങ് എനിക്ക് തരണം അപ്പാ. ഇന്ന് പകൽ അങ്ങയുടെ കൃപ എൻ്റെ മേൽ പകരണം അപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഇന്ന് പകൽ എൻ്റെ മേൽ വെളിപ്പെടണം അപ്പാ. ആ കൊതിയോട് ഒരുമിച്ചൊന്ന് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നന്ദിയോടെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയേ പോകുവാൻ, എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയേ പോകുവാൻ, ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകിയിടുന്നേ. ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകിയിടുന്നേ. ആരുൾക ആരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ, നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. ചേർന്ന് പാടാമോ? ആരുൾക 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 ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ, നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. എൻ്റെ പ്രാണസഖി
എൻ്റെ പ്രാണസഖി യേശുവേ, എൻ്റെ ഉള്ളത്തിനാനന്ദമേ, എൻ്റെ പ്രാണസഖി യേശുവേ, എൻ്റെ ഉള്ളത്തിനാനന്ദമേ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനാ വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനാ വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ. ചേർന്ന് പാടാം. ആരുൾക 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 ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ, നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക്, നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാ എല്ലാ പദവികളും, നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാ എല്ലാ പദവികളും. അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാൻ, അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാൻ. ചേർന്ന് പാടാം. ആരുൾക 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 ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ, ഹൃദയം തുറന്നു പാടാമോ? ആരുൾക 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 ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക. സർവനന്മകൾക്കും സർവധാനങ്ങൾക്കും ഉറവിടമാ യേശുവേ, സർവനന്മകൾക്കും സർവധാനങ്ങൾക്കും ഉറവിടമാ യേശുവേ. ചേർന്ന് പാടാമോ? അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും ഭാരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും ഭാരനേ നന്ദിയാൽ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറ പിടിച്ചു.
ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറപിടിച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, തൻ്റെ മാറോടു ചേർത്തടച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, തൻ്റെ മാറോടു ചേർത്തണച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറപിടിച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, തൻ്റെ മാറോടു ചേർത്തണച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, തൻ്റെ മാറോടു. ഇന്ന് പകലിൽ അനുഭവമുള്ളവർ ചേർന്ന് പാടാമോ? താതൻ തിരുക്കരം തേടിയെത്തി, തൻ്റെ മാറോടു ചേർത്തണച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, തൻ്റെ മാറോടു. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും? താഴ്ചയിൽ എന്നെ ഓർത്ത എന്റെ നല്ല കർത്താവേ, വീഴ്ചയിൽ എന്നെ താങ്ങി നിർത്തി എന്റെ നല്ല ദൈവമേ, ഇന്ന് പകലിൽ അങ്ങനെ കണ്ടില്ലായിരുന്നെങ്കിൽ, അങ്ങനെ താങ്ങി നിർത്തിയില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് പകലിൽ ഇവിടെ നിൽക്കാൻ കഴിയത്തില്ലായിരുന്നപ്പാ. ഇന്ന് പകലിൽ ആ ബോധ്യമുള്ളവർ ചേർന്ന് താതൻ തിരുക്കരം തേടിയെത്തി, തൻ്റെ മാർവോടു നന്ദിയോടെ ചേർന്ന് താതൻ തിരുക്കരം തേടിയെത്തി, താതൻ തിരുക്കരം തേടിയെത്തി, തൻ്റെ മാർവോടു ചേർത്തണച്ചു. സഭ ചേർന്ന് പാടാമോ? താതൻ തിരുക്കരം തേടിയെത്തി, തൻ്റെ മാർവോടു ചേർത്തണച്ചു. ഒരു കണ്ണിന് ദയ തോന്നാതെ, ആരും സഹായിപ്പാനില്ലാതെ ചേറ്റിൽ കടന്ന നമ്മളെ ഓരോരുത്തരെയും അവൻ താങ്ങിയില്ലായിരുന്നെങ്കിൽ നാം നശിച്ചു പോകേണ്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോഴും, നാം നഷ്ടപ്പെട്ടു പോകാമായിരുന്ന സാഹചര്യത്തിലും അവൻ നിങ്ങളെ മാനിച്ചുയർത്തിയെങ്കിൽ, അവൻ നിങ്ങളെ വഴി നടത്തിയെങ്കിൽ, അവൻ്റെ വിശ്വസ്തതയ്ക്കായി, അവൻ്റെ കരുതലിനായി ഇന്ന് പകലിൽ നന്ദി പറയാൻ കഴിയുന്നവർ ആ കരങ്ങളെ ഒന്ന് തട്ടി ചില നിമിഷങ്ങൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. അവൻ്റെ കരം നമ്മളെ താങ്ങിയത് കൊണ്ടാണ്, അവൻ നമ്മളെ പരിപാലിച്ചത് കൊണ്ടാണ് ഇന്ന് പകലിൽ നാം ജീവനോടെ അവൻ്റെ സന്നിധിയിലിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, ദാവീദ് ഇപ്രകാരം പറയുന്നു, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന്, എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു, പക്ഷേ യഹോവ എന്റെ പക്ഷത്തുണ്ടായിരുന്നു, അവൻ എനിക്ക് തുണയായിരുന്നു. ഇന്ന് പകലിൽ അനുഭവമുള്ളവരെന്ന് പറയാൻ കഴിയുമോ? ഞാൻ തകർന്നു പോകുമായിരുന്നു, പക്ഷേ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ എന്നെ താങ്ങി നിർത്തിയതാണ്, അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അവൻ്റെ ബലമുള്ള കരം എന്നെ താങ്ങിയത് കൊണ്ടാണ് ഇന്ന് പകലിൽ ഞാൻ ജീവനോടെ നിൽക്കുന്നതെന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങളെ ഒന്ന് തട്ടി സന്തോഷത്തോടെ ചില നിമിഷങ്ങൾ ഞാൻ നിന്നതല്ല, എൻ്റെ കർത്താവിനെ നിർത്തിയതാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും നേടിയതല്ല, എൻ്റെ ദൈവം എനിക്കെല്ലാം നൽകിയതാണ്. ഇന്ന് പകലിൽ ആ ഉറപ്പുള്ളവർക്ക് കർത്താവിനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. യോഗ്യതയില്ലാത്ത പല സ്ഥാനങ്ങളിലും അവൻ നിന്നെ യോഗ്യനാക്കി നിർത്തിയതോർക്കുമ്പോൾ നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ മിടുക്ക് കൊണ്ടല്ല, നിന്റെ കുടുംബ മഹിമ കൊണ്ടല്ല, നിന്റെ സമ്പത്ത് കൊണ്ടല്ല നീ നിന്നത്, എൻ്റെ ദൈവം നിന്നെ നിർത്തിയതാണ്, അവൻ നിന്നെ ഉയർത്തിയതാണ്, അവൻ നിന്നെ മാനിച്ചതാണ്. ഇന്ന് പകലിലും ആ കർത്താവിന്റെ കൃപയ്ക്ക് നന്ദി പറഞ്ഞാട്ടെ, അവന്റെ സാന്നിധ്യത്തിന് ഇന്ന് പകൽ ഒരുമിച്ചൊന്ന് നന്ദി പറഞ്ഞാട്ടെ. Thank you, Jesus.
നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ. ഇനിയും ദയ തോന്നി, ഇനിയും ദയ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ ഇനിയും കൃപ തോന്നി, ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ. ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് സന്തോഷത്തോടെ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഓ രക്ഷന്തേ, ഓ നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന്. ഇത്രത്തോളം ജയം തന്ന, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ. സാധ്യതകളോ സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, ശോധനകളോ അകന്നു മാറിയപ്പോൾ. സാധ്യതകളോ സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, ശോധനകളോ അകന്നു മാറിയപ്പോൾ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ. ഉയർത്തില്ലെന്ന് ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. ഉയർത്തില്ലെന്ന് ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. പ്രവൃത്തിയിൽ വലിയവൻ, പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ. കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ. കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ
കാരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കാരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കാരുതിടണേ, ഇനിയും നടത്തണേ. നിന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ ഇനി കൃപ തോന്നി, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. ഇനി കൃപ തോന്നി, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. ഇനി കൃപ തോന്നി, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്നെ തകർക്കുവാൻ ശത്രു പലവിധത്തിൽ പദ്ധതി ഒരുക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നത് നല്ല ദൈവമേ. ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ചൊക്കെ സ്തുതിക്കുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം അവൻ ഒരിക്കലും വാക്ക് മാറത്തില്ല. നിനക്കെതിരെ ആരൊക്കെ നിന്നാല്, നിനക്കെതിരെ ആരൊക്കെ കുറ്റം പറയാൻ ശ്രമിച്ചാല് നീ ഒരിക്കലും തകർന്നു പോകത്തില്ല. കർത്താവ് നിന്നെ അവരുടെ മധ്യേ ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവൻ ജഗനാഥോരം ശകരം ജനധീരമനം ശബനാഥരേ വിഗനം ശേധീരാരക്ഷം തേരേ. Hallelujah. Oh, Rasham Teri, Narasham Teri. Illa, illa, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറും. ചേർന്ന് പാടാമോ? ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. യേശു ജീവിക്കുന്നു. ഇല്ല, 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 ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. ഇല്ല, 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 ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാ. എന്നെ തകർപ്പാൻ, എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഓ എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും, ഓ ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഓ ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു. ഇല്ല, 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 ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. ഓ ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവനില്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാ. പ്രതികൂല കാറ്റന്മേൽ, പ്രതികൂല കാറ്റന്മേൽ ആഴ്ചയിൽ
ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ള കാലങ്ങീടിലും ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരും ഇല്ല ഞാൻ കുലുങ്ങുകയില്ല ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല എന്റെ യേശു കൂടെയുണ്ട് ഓ ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല എന്റെ യേശു കൂടെ വാഗ്ദത്തം ചെയ്തവൻ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല അവൻ വാക്കുമാറുകില്ല ഇല്ല 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 ഒരിക്കലുമില്ല ഓ ഇല്ല ഇല്ല ഒരിക്കലുമില്ല അവൻ വാക്കുമാറുകില്ല ഇല്ല 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 ഒരിക്കലുമില്ല അവനില്ല ഇല്ല ഒരിക്കലുമില്ല അവൻ വാക്കുമാറുകില്ല ഇല്ല 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 ഒരിക്കലുമില്ല ഇന്ന് മകനെ ഹൃദയം തുറന്ന വിശ്വാസത്തോടെ പറയാൻ കഴിയുമോ അവനൊരു നാള് വാക്കുമാറത്തില്ല അവനൊരു നാള് വാക്കുമാറത്തില്ല വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ മാനിക്കൂ അവൻ നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള സകല ശക്തികളും നിനക്കെതിരെ നിന്നാൽ അവൻ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യൂ വിവനം ശേഖരം ജഗനാഥുനരക്ഷകനാഥരെ വിവനവനം ശബനം ജഗനാം ജഗനാഥുനരക്ഷകനം ധരെ വിവനം ശബനം ജഗനാഥുനരക്ഷകനം ജഗനാഥരെ വിവനാരക്ഷകനം ജഗനാരക്ഷകനം ധരെ വിവനം ശബനാഥുനരക്ഷകനാഥുനരക്ഷകനം ധരെ വിവനം ശബനാഥുനരക്ഷകനം ജഗനാഥുനരക്ഷകനം ധരെ വിവനം ശബനം ജഗനാഥുനരക്ഷകനം ജഗനാഥരെ ദൈവജനങ്ങളിൽ അന്യഭാഷകൾ ചില നിമിഷങ്ങൾ ഒരുമിച്ചാണിയോടെ അവരുടെ സ്തുതിക്കാൻ കഴിയുമോ വിവനം ശബനാഥുനരക്ഷകനാഥുനരക്ഷകനം വിവനം ശബനം ജഗനാഥുനരക്ഷകനം ജഗനാഥുനരക്ഷകനാഥരെ വിവനം ശബനാഥുനരക്ഷകനം ജഗനാഥുനരക്ഷകനാഥരെ വിവനം ശബനാഥുനരക്ഷകനാഥുനരക്ഷകനം ജഗനാഥുനരക്ഷകനം വിവനം ശബനം ജഗനാഥുനരക്ഷകനാഥുനരക്ഷകനാഥര വിവനരക്ഷകനം ജനവീരവനം ശബനം ജഗനാഥുനരക്ഷകനം ധരെ വിവനം ശബനാഥുനരക്ഷകനാഥുനരക്ഷകനം ധരെ ഓരാഭാരക്ഷം ധരെ വിവാനാധാരക്ഷം ധരെ ഇന്ന് മകനെ നിന്റെ സാധനത്തിന്റെ നടുവിലോ നീ അവനെ സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പ്രതികൂലത്തിന്റെ നടുവിലോ നീ ഭാരപ്പെടാതെ ധൈര്യമായി മുമ്പോട്ട് പോകാൻ നിന്നെ സഹായിക്കുന്ന ആ കർത്താവ് നിന്റെ കൂടെയുള്ളപ്പോൾ നീ ഒരിക്കലും ഭാരപ്പെടേണ്ട നീ ഒരിക്കലും നിരാശപ്പെടേണ്ട വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ ഒരിക്കലും വാക്കുമാറത്തില്ല നീ കുലുങ്ങി പോകാൻ അവൻ ഒരിക്കലും ഇടയാവത്തില്ല നീ തകർന്നു പോകാൻ അവൻ ഒരിക്കലും സമ്മതിക്കത്തില്ല വിവനം ശേഖരെ വിവാനാഥലക്ഷം ധേരെ വിവനം ശബനാഥുനരക്ഷകനാഥനരക്ഷകനം ധരനാഥലക്ഷകനം ധേ വിവനം ശബനം ജഗനാഥുനരക്ഷകനാഥനരക്ഷകനം ധേ വിവാനാഥേരെ മാനശം ധേരെ ഹീഗേ വിവാനം ധേരെ മാനശം ധേരെ ഭോരവന വന ധുരവന വന ശിരനരവന ശംധരെ രഖമസം ധേരി മാനശം ധേരെ ഭോരി വന 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 വശം ധരെ വിഖമാനശം ധേരെ വിവാനശം ധേരെ വിവനം ശബലാധുനരക്ഷകനാഥനരക്ഷകനം ധനധാരകനക്ഷകനം ധരെ വിവാവാരം ധാരാധാരാമാനശം ധന
നിന്നെ തകർക്കാൻ ശത്രു എത്രയൊക്കെ പദ്ധതി നിനക്ക് മുമ്പിൽ ഒരുക്കിയാലോ നീ തകർന്നു പോകാൻ അവൻ ഇടയാക്കത്തില്ല. നീ പരാജയപ്പെട്ടു പോകാൻ അവൻ ഇടയാക്കത്തില്ല. ഹല്ലേലൂയ. നീ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നിനക്കൊരു ഉയർച്ചയില്ല, നിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നിനക്ക് നന്മ കാണാൻ കഴിയത്തില്ല. പക്ഷേ ഇന്ന് പകലിൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നീ കുലുങ്ങിപ്പോകാൻ അവൻ ഒരിക്കലും ഇടയാക്കത്തില്ല. നീ തകർന്നു പോകാൻ അവൻ ഒരിക്കലും ഇടയാക്കത്തില്ല. നീ നശിച്ചു പോകാൻ അവൻ ഒരിക്കലും സമ്മതിക്കുന്ന ദൈവമല്ല. ഇന്ന് പകലിലും അവനിൽ വിശ്വസിക്കുന്നവർ, അവനിൽ മാത്രം ആശ്രയിക്കുന്നവർ ഒരിക്കലും നിരാശനാവാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് വഴികളെ ഒരുക്കുന്ന ദൈവമാണ്. ശത്രു തകർക്കാൻ പല പദ്ധതികൾ ഒരുക്കുമ്പോഴും അതിൻ്റെ നടുവിൽ നിന്നെ ഉയർത്തുവാൻ, അതിൻ്റെ നടുവിൽ നിന്നെ മാനിക്കുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. ഇന്ന് പകൽ ഉറച്ച വിശ്വാസമുള്ളവർ ആ കരങ്ങളെ ഒന്ന് തട്ടി സന്തോഷത്തോടെ ചേർന്ന് ഓ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു: വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അത് വീടിന്റെ മേൽ അലച്ചു. ഹല്ലേലൂയ. പക്ഷേ അത് വീണില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം താങ്ങിയത് കൊണ്ടാണ് അത് വീഴാതിരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ അവനിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വന്നാലും പ്രതികൂലം വന്നാലും നാം ഒരിക്കലും തകർന്നു പോകാൻ അവൻ ഇടയാക്കത്തില്ല. ഹല്ലേലൂയ. നമുക്കറിയാം യോബിന്റെ ജീവിതത്തിൽ യോബ് ഇരിക്കുന്ന മക്കളുടെ ഹല്ലേലൂയ വീടിന്റെ നേരെ കാറ്റടിച്ചു. ആ കാറ്റ് ആ വീടിനെ തകർത്തു, മക്കളെയും വസ്തുവകളെയും എല്ലാം തകർത്തു. കാരണം ദൈവത്തിന്റെ കരം യോബിനോട് കൂടെയില്ലായിരുന്നു. ഹല്ലേലൂയ. തകർക്കാൻ സാത്താന് ദൈവം അനുവാദം കൊടുത്തു. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നീ ഓർക്കണം, നിന്റെ ജീവിതത്തിൽ ഇന്ന് പകലിൽ നീ സന്തോഷത്തോടെ ആയിരിക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ മിടുക്ക് കൊണ്ടല്ല. ശത്രു പലവിധത്തിൽ നിന്നെ തകർക്കാൻ ഹല്ലേലൂയ നിന്റെ കുടുംബത്തിന്റെ മേൽ ഈ കാറ്റടിച്ചപ്പോഴും ഹല്ലേലൂയ നീ തകർന്നു പോകാത്തത്, നീ ഉലയാത്തത് ആ കർത്താവിന്റെ കരം നിന്നെ താങ്ങിയത് കൊണ്ടാണ്. അവൻ നിന്നെ വിളിച്ചത് കൊണ്ടാണ്, അവൻ നിന്നെ കണ്ടത് കൊണ്ടാണ്. നിന്റെ കുടുംബമുഖം കൊണ്ടല്ല നീ വീഴാതിരുന്നത്, നിന്റെ കഴിവ് കൊണ്ടല്ല നീ വീഴാതിരുന്നത്, നിന്റെ പദവികൾ കൊണ്ടല്ല നീ വീഴാതിരുന്നത്. അവന്റെ കരം നിന്നെ താങ്ങിയത് കൊണ്ട്, അവന്റെ അത്ഭുത കരം നിന്നെ പിടിച്ചത് കൊണ്ട്. ഇന്ന് പകലും ആ വിശ്വാസമുള്ളവർ കരങ്ങളെ ഒന്ന് തട്ടി സന്തോഷത്തോടെ അതുകൊണ്ട് നാം പാടിയത് നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും നേടിയതല്ല, എൻ്റെ ദൈവമെല്ലാം എനിക്ക് തന്നതാണ്. കഴിഞ്ഞ നാളുകളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ ഒരു യോഗ്യതയും നമുക്ക് പറയാനില്ല. ഹാലിൽ ഒരു കണ്ണിനും ദയ തോന്നാതെ, ആരും സഹായിപ്പാനില്ലാതെ, ആരും നമ്മളെ മനസ്സിലാക്കാനില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് പകലിൽ നാം ആയിരിക്കുന്ന ഈ സന്തോഷത്തിലേക്ക്, ഈ സമാധാനത്തിലേക്ക് കർത്താവ് നിന്നെ എത്തിച്ചത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന് നീ വിചാരിക്കരുത്. ഹല്ലേലൂയ. ഹാലിൽ നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, എൻ്റെ ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. അവൻ നിന്നെ കണ്ടത് കൊണ്ട് മാത്രമാണ്, അവൻ നിന്റെ കരത്തിന് പിടിച്ചത് കൊണ്ട് മാത്രമാണ്. ഇന്ന് പകൽ ആ നല്ല കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും, എത്ര സ്തുതിച്ചാലും, എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാവത്തില്ല. കാരണം ഈ ഉലകത്തിൽ തുല്യം ചൊല്ലാൻ എൻ്റെ കർത്താവല്ലാതെ ഈ ഉലകത്തിൽ വേറൊരു ദൈവമില്ല. എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ എൻ്റെ കർത്താവിനല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല. ഇന്ന് പകൽ ഒരു നിമിഷം കൂടെ എല്ലാ കണ്ണുകളും ഒന്ന് കർത്താവിന്റെ സന്നിധിയിൽ അടയ്ക്കാൻ കഴിയുമോ? എല്ലാ കണ്ണുകളും ഒരു നിമിഷം ആ ദൈവസന്നിധിയിൽ ഒന്ന് അടച്ച് ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയുക, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ അങ്ങനെ കണ്ടു. ആ നല്ല കർത്താവ് നമ്മളെ കണ്ടതുകൊണ്ടാണ് ഇന്ന് പകലിൽ നാം ജീവനോടെ ഇരിക്കുന്നത്. ഈ ലോകത്തിലുള്ളവരെയും നമ്മളെ തമ്മിൽ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമാണ്. അതാണ് ഇന്ന് പകലിൽ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആ നല്ല കർത്താവിന് ചില നിമിഷങ്ങൾ ഒരുമിച്ച് നന്ദി പറയാം. ഓ ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടും ചേർന്ന് പാടാം. എന്നുറവിടമാകും, എന്നുറവിടമാകും മറവിടമേ,
ശിരകടിയേനിക്കഭയം. എന്നുറവിടമാകും എന്നുറവിടമാകും മറവിടമേ ശിരകടി എനിക്കഭയം. ഞാൻ തകരാത്തത്, ഞാൻ തകരാത്തത് നിൻ കൃപയാലത്രേ. ഞാൻ ഉലയാത്തത് നിൻ ദയയാലത്രേ. ഞാൻ തകരാത്തത് നിൻ കൃപയാ. ഞാൻ ഉലയാത്തത്, ഞാൻ ഉലയാത്തത് നിൻ ദയയാലത്രേ. എന്നുറവിടമാകും മറവിടമേ ശിരകടിയേനിക്കഭയം. എന്നുറവിടമാകും, ഓ എന്നുറവിടമാകും മറവിടമേ ശിരകടി. കൊതിയോടെ ഈ വരികളൊന്ന് ചേർന്ന് പാടാമോ? എന്നുറവിടമാകും, എന്നുറവിടമാകും മറവിടമേ ശിരകടിയേനിക്കഭയം. എന്നുറവിടമാകും, ഓ എന്നുറവിടമാകും മറവിടമേ ശിരകടിയേനിക്കഭയം. ഞാൻ തകരാത്തത്, ഞാൻ തകരാത്തത് നിൻ കൃപയാലത്രേ. ഞാൻ ഉലയാത്തത് നിൻ ദയയാലത്രേ. ഞാൻ തകരാത്തത് നിൻ കൃപയാലത്രേ. ഞാൻ ഉലയാത്തത് നിൻ ദയയാ. എന്നുറവിടമാകും, എന്നുറവിടമാകും മറവിടമേ ശിരകടിയേനിക്കഭയം. എന്നുറവിടമാകും, എന്നുറവിടമാകും മറവിടമേ ശിരകടിയേനിക്കഭയം. എന്നുറവിടമാകും, ഓ എന്നുറവിടമാകും മറവിടമേ ശിരകടിയേനിക്കഭയം. എന്നുറവിടമാകും, ഓ എന്നുറവിടമാകും മറവിടമേ ശിരകടിയേനി. ആ കരങ്ങളെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ കഴിയുന്നവർ ഇന്ന് പകൽ എല്ലാ കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി. ഓ സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ശബ്ദമുയർത്തി സഭ ചേർന്ന് സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ. ഇന്ന് പകലിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നൊന്ന് പറയാൻ കഴിയുമപ്പാ, എന്റെ ഹൃദയം തുറന്ന് ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഈ ലോകത്തിലുള്ള എന്റെ പദവികളെക്കാളൊക്കെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഇന്ന് പകൽ എനിക്കുള്ള സമ്പത്തിനേക്കാളൊക്കെ ഏറെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു പിതാവേ. ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നപ്പാ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും
യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ പിരിയാൻ കഴിയില്ലെനിക്ക്. പ്രിയനേ എന്നീശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക്. പ്രിയനേ എന്നീശുനാഥ. ചേർന്ന് സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധാരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങയിലല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധാരയിൽ. സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ എന്റെ മകനിലെ ഹൃദയം തുറന്ന് പറയാൻ കഴിയുമോ? എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നെ പിരിക്കുവാൻ ഈ ലോകത്തിൽ ഒന്നിനും കഴിയത്തില്ല. പൗലോസ് പ്രകാരം പറഞ്ഞതുപോലെ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാണ് കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ഈ ലോകത്തിലെ ഒന്നിനും എന്റെ യേശു കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ പിരിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് മകനിലെ മഹാനല്ല സ്നേഹമുള്ളവർക്ക് ചേർന്ന് സ്നേഹിക്കുന്നേ യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല. എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനാദിയേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല. എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനാദിയേ. സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ
നിമിഷം കൂടെ നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ പ്രകാരം പറയുന്നത്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിന്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഇന്ന് പകലിൽ അവനെ ആശ്രയിക്കുന്നവർ ഒരിക്കലും ഭയപ്പെടാൻ അവൻ ഇടയാക്കത്തില്ല. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഇന്ന് പകലിലും അവനോട് പറ്റിയിരിക്കുന്നവരെ അവൻ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ്റെ നാമത്തെ ഉയർത്തുന്നവരെ അവൻ ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് പകലിൽ അല്പനിമിഷങ്ങൾ അവൻ്റെ നാമത്തെ ഒരുമിച്ചൊന്ന് ഉയർത്താം. ചില നിമിഷങ്ങൾ അന്യഭാഷകളിൽ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഹല്ലേലൂയ. മുഴു നിയന്ത്രണ പരിശുദ്ധാത്മാവേ, അവിടുന്ന് അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഇന്ന് പകലിൽ കർത്താവെ പുതിയൊരു അഭിഷേകത്തോടെ പുതിയ ബലത്തോടെ ഇന്ന് പകലിൽ അങ്ങ് ഞങ്ങളെ നിറയ്ക്കണമേ. അക്കരങ്ങളെ ഒന്ന് തട്ടി ചില നിമിഷങ്ങൾ ഒരുമിച്ച് കർത്താവിനൊന്ന് നന്ദി പറയാം. എല്ലാ അതരങ്ങളെ തുറന്ന് വായുകളെ തുറന്ന് അല്പസമയങ്ങളിൽ അന്യഭാഷകളിൽ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. ആ കരങ്ങളെ തട്ടി നിമിഷങ്ങളിൽ നമ്മുടെ ദൈവം ഹല്ലേലൂയ സ്തുതികളിൽ മേൽ വസിക്കുന്നവനാണ്. അവൻ മഹത്വത്തിന്റെ മേൽ വസിക്കുന്നവനാണ്. അവൻ നമ്മുടെ സ്തോത്രങ്ങളുടെ മേൽ വസിക്കുന്നവനാണ്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു. അവരാർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ, ഈ ഹോളിനുള്ളിൽ അവന്റെ സാന്നിധ്യം നിറയുകയാണ്. അവന്റെ മഹത്വം നമ്മുടെ മേൽ വ്യാപരിക്കുകയാണ്. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ, ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ അവന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ചില നിമിഷങ്ങൾ ആ കരങ്ങളെ ഒന്ന് തട്ടി വായുകളെ തുറന്ന് ആ കരങ്ങളെ തട്ടി കരങ്ങളെ തട്ടി കരങ്ങളെ തട്ടി ഇന്ന് പകൽ എന്റെ വിടുതലിന്റെ ദിവസമാണ്. ഇന്ന് പകൽ എന്റെ ജീവിതത്തിൽ അത്ഭുതത്തെ സംഭവിക്കുന്ന ദിവസമാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ സംബന്ധിക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് പകലിൽ ഞാൻ വെറുതെ വന്നതല്ല. എന്റെ കർത്താവിന്റെ നടുവിൽ ഇവിടെ കൊണ്ടുവന്നതാണ്. എന്റെ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവനൊരു ഉദ്ദേശമുണ്ട്. കർത്താവ് നിന്നെ ഇന്ന് ഇവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ആ ഉദ്ദേശത്തിന്റെ നടുവിൽ ഇന്ന് പകലിൽ കർത്താവേ, അങ്ങെന്താണോ എന്നെ പറ്റി ആഗ്രഹിക്കുന്നത്, അങ്ങെന്താണോ എന്നെ പറ്റി ചിന്തിക്കുന്നത്, ഇന്ന് പകൽ അതിനൊത്ത് മുന്നേറാൻ, അതിനൊത്ത് ചലിക്കുവാൻ അവിടുന്ന് എന്നെ ബലപ്പെടുത്തണമേ. ഇന്ന് പകലിൽ കൊതിയോടെ ഒരു നിമിഷം എല്ലാ കരങ്ങളെ തട്ടേ. മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് വെള്ളമില്ലാതിരുന്ന അവസ്ഥയിൽ ഇസ്രായേൽ മക്കൾക്ക് നീരുറവ് ഒഴുക്കി കൊടുത്ത ദൈവം സാധ്യതയില്ലാത്തടത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ്. അവൻ ഏത് സമയത്തും എന്നെ ഉയർത്തുവാൻ ശക്തനാണ്. ഏത് സാഹചര്യത്തിന്റെ നടുവിൽ എന്നെ മാനിക്കുവാൻ ശക്തനാണ്. ചെങ്കടലിന്റെ നടുവിൽ ചെങ്കൽ പാതയൊരുക്കി വഴി നടത്തിയ ദൈവം ഇന്ന് പകലിൽ നിന്നെ നടത്തുവാൻ ശക്തനാണ്. നിന്നെ അക്കരെ എത്തിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ എന്തൊക്കെ പ്രതികൂലങ്ങൾ വെളിപ്പെട്ടാലോ, നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നാലോ, അവന്റെ മുഖത്തേക്ക് മാത്രം നോക്കി അവനിന് മാത്രം ആശ്രയിച്ച് നീ മുമ്പോട്ട് പോകും. നിന്നെ തകർക്കാൻ ഒരു വിധത്തിൽ മനുഷ്യരുണ്ടായിരിക്കാം, നിന്നെ തകർക്കാൻ ഒരു പക്ഷെ നിന്റെ കൂടെയുള്ളവരുണ്ടായിരിക്കാം. പക്ഷേ അവരുടെ വാക്കുകൾ കേട്ട് നീ നിരാശപ്പെടണ്ട, അവരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് നീ തകർന്നു പോകണ്ട. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ നിന്നെ അക്കരെ എത്തിക്കാൻ അവന് കഴിയോ? നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ അവരുടെ മുമ്പിൽ നിന്നെ മാനിക്കാൻ എന്റെ ദൈവത്തിന് കഴിയോ? എന്റെ അനുഭവം ഞാൻ പറയുന്നത്, എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നമ്മളെ പഴിച്ചവരുടെ മുമ്പിൽ മേശയൊരുക്കി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ നിന്റെ അവസ്ഥയോർത്ത് നാളെയെ പറ്റി നീ ചിന്തിക്കരുത്, നാളെയെ പറ്റി നീ ഭാവനപ്പെടരുത്. നാളെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, മുമ്പോട്ടുള്ള എന്റെ നിമിഷത്തിൽ എന്ത് സംഭവിക്കും ഓർത്ത് നീ ഭാരപ്പെടണ്ട. അവനിലാണ് നീ വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ, നിന്റെ ജീവിതത്തിൽ നിനക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ അവന്റെ കരങ്ങളിലേക്ക് നിന്നെ തന്നെ നീ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഒന്ന് ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് അടച്ചാട്ടെ. ഈ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകലിൽ അപ്പ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധി ആയിരിക്കുമ്പോൾ ഇന്ന് പകലിൽ ഞങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന ദൈവമേ,
ഞങ്ങളുടെ അവസ്ഥകളെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ഭാവിയെ അറിയുന്ന ദൈവമേ, ഇന്ന് പകലിൽ കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, അവരേത് ആവശ്യമായിട്ടാണോ ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ കടന്നു വന്നിരിക്കുന്നത്, ഇന്ന് പകലിൽ കർത്താവേ മീറ്റിംഗിന്റെ അവസാനിക്കുമ്പോൾ കർത്താവേ അവരുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ. ഇതുവരെ കർത്താവേ നടക്കത്തില്ലെന്ന് ഞങ്ങൾ വിചാരിച്ച പല കാര്യങ്ങളിലും ഇന്ന് പകലിൽ ഞങ്ങൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കുന്നു, ഞങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു. ഒരിക്കലും നടക്കത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തോടെ അങ്ങേ സ്തുതിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് സാധ്യമാക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു പിതാവേ. ഞങ്ങളെ തന്നെ പൂർണ്ണമായി അപ്പന്റെ കരങ്ങളിലേക്ക് താഴ്ച സമർപ്പിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. മീറ്റിംഗിന്റെ അവസാനം വരെ ദൈവ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.